ഒട്ടകത്തിന് തല വയ്ക്കാൻ സ്ഥലം കൊടുത്തവന്റെ പോരാ. ഒട്ടകത്തിന് തലവയ്ക്കാൻ സ്ഥലം കൊടുത്ത പോലെ കഥ. ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്താക്കണം, തലവയ്ക്കാൻ കൊടുത്തവന് ഇറങ്ങേണ്ടി വന്നു. ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലെ കഥ. ഒട്ടകത്തിന് ഇപ്പൊ ഭീഷണി നമ്മൾ കേൾക്കണം. ഭീഷണി ഇന്നത്തെ കാലം ഇതാ. കാലം ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലെ കാലമാണ്. ഭീഷണി നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. ഇതാ ദൈവം പോലെ പഠിപ്പിച്ചു തരുന്നു. ഒട്ടകത്തിന് വല വെച്ചിക്കാൻ കൊടുത്ത പോലെ ആരെയും ഇതാക്കരുതെന്നുള്ളത്. ഒട്ടകത്തിന് പ്രത്യേകിച്ച് ബന്ധുക്കളെ ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം നമ്മളെ അല്ലെങ്കിൽ വരും. ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലെ എന്താ ഇങ്ങോട്ട് വരും വഴക്കുമായിട്ട്. ഇങ്ങോട്ടിങ്ങനെ പോരല്ലോ നമ്മളോട് വഴക്കിന് ഓരോരുത്തർ. എന്താ പണ്ടുപോലെ സമാധാനം വന്നിട്ടില്ല കുറെ എണ്ണങ്ങൾ. ഓടി നമുക്കറിയാം നമ്മളെ ഇട്ടേക്കത്തില്ലെന്ന്. അതിനാണ് നമ്മളിത് ഓടിയത്. ഒരു ബാഗും കുഞ്ഞുമായിട്ട് നമ്മൾ ഇറങ്ങി ഓടിയത്. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം കാണിച്ചു തരുന്നതാണ് അവസരങ്ങളല്ല. എന്താ നമ്മളെ ഇറക്കി വിട്ടേക്ക് പോലെ അവന്മാർ കയറിയത് പുറത്ത് നമ്മളെ ഇറക്കി ഓടിച്ച് വിട്ടേക്ക്. ഇവിടെ വിചാരിച്ചെന്തെങ്കിലും ഒരു പുറത്ത് എന്നെ ഓടിക്കാവുന്നു. എന്നെ ഓടിക്കാൻ ഒത്തിരി നോക്കി വിടും. ഞാൻ എണീക്കുമ്പോൾ വന്ന് എന്റെ കൂടെ നിൽക്കുക പറിക്കുക. എനിക്ക് ഓരോന്ന് കലക്കി തരാൻ നോക്കുക. എന്നെ കലക്കി തന്നെല്ലാം മഴക്കാലം പിടിക്കാൻ ഒത്തിരി എന്താ നമ്മൾ അറിഞ്ഞൊന്നും ഒട്ടകത്തിന് തലകൊടുത്ത പോലെ നമ്മളോട് കുട്ടിയോട് നടക്കുക കുറെ. എനിക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല. പിള്ളേരാണ് തീരുമാനിക്കുന്നത് എന്റെ കാര്യം. ഇതൊക്കെ ആരാ എന്റെ കാര്യം തീരുമാനിക്കാന്? 50 വയസ്സാവുന്നു. ഇതൊക്കെ ആരാ എന്റെ കാര്യം തീരുമാനിക്കാൻ? എനിക്ക് എന്താ പ്രായമില്ലയോ? വലിയൊരു രക്ഷകർത്താക്കൾ വരിക. കുറെ അവന്മാർ നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നത് നമ്മളോട് നാട്ടുകാർക്ക് ഒരു ദുഃഖവുമില്ല. ഓലകറ്റിയതിന് സവേദനത്തിന്റെ സവേദനത്തിൽ പ്രമുഖരായ രക്തമേളും മോളോട് ഒരു ദുഃഖവുമില്ല നാട്ടുകാർക്ക്. ഇവരോട് ദുഃഖമാണ്. നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നു. നേരിട്ടോട്ട് ചൂടിക്കൊണ്ട് താഴെ എല്ലാ ആളുകളും ഇന്നെന്താ പറയുന്നത്? വിജുപ്പിയും കുറെ എണ്ണം ഉണ്ട്. ഇവിടുന്നാർക്ക് നാട്ടുകാർ നമുക്കാരുമില്ല. നമ്മൾക്ക് നേരെ പോകുന്ന കാര്യമില്ല. ഇവിടുന്നാർക്കൊക്കെ ഒത്തിരി പേരുണ്ട് നാട്ടുകാർ. നമുക്ക് നാട്ടുകാരില്ലൊന്നുമില്ല. നാട്ടുകാർ നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്താൻ നടക്കും. നിങ്ങൾക്ക് നാട്ടുകാരൊക്കെ ഉണ്ടെന്ന് ദുഃഖിച്ചിരിക്കുന്നു. നാട്ടുകാർ അവരോട് പറഞ്ഞിട്ടോട്ട് പോകാൻ. ഏത് നാട്ടുകാരെ ദുഃഖിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞുതരാം. ഏത് നാട്ടുകാരെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നെന്ന് നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നത് എന്താ? എന്നെ വകവരുത്താൻ പറ്റാത്തതിനാണോ നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വകവരുത്തുമായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടുകാർ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഇതുവാ ഇപ്പൊ ഒരുമാതിരി കേൾക്കുന്നത് ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നോക്കും. ഞാൻ പൂർണ്ണതിനകത്ത് വ്യത്യാസം വന്നാൽ എനിക്കറിയാം. ഉണ്ടായിരുന്ന വ്യത്യാസം ഇവിടെ വന്നേതാണ്ടെല്ലാം കുറെ മരുന്ന് പിടിച്ചുകൊണ്ട് ഇരിപ്പായിരുന്നു. ജോലികൾ കുറെ മരുന്നെല്ലാം പിടിച്ചിങ്ങനെ ഇരിപ്പായിരുന്നു രാവിലെ. എന്നിട്ട് ഒന്നും സംശയമാണ്. നമ്മൾ വല്ലതും കണ്ടോ വന്നു മരുന്ന് കാണിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും എന്നെ കൊല്ലോ. ഞാൻ എന്റെ അമ്മയും കൂടി സംസാരിക്കും. എന്നെ കൊല്ലോ എന്തെല്ലാം ഡ്രാമയോട് നടത്തുന്നത്. ഈശ്വര എങ്ങുമില്ലാത്ത ഡ്രാമകളെ ഇവർക്ക്. ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ ഭഗവാനെ? നമ്മൾ അങ്ങേയറ്റം പറ്റുമ്പോഴോ നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എല്ലാം ഒന്ന് അടിച്ചു പൊടിക്കുമ്പോഴും നമ്മളിവിടെ മിണ്ടാതിരുന്നു. ഇവിടെയൊക്കെ ഡ്രാമകൾ
നമുക്ക് നല്ലൊരു ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോളെ നിന്റെ മോളെ നിന്റെ മോളെ നിന്റെ മോളെ നിന്റെ മോളെ ഇതൊക്കെ ആയാലും കുട്ടി